ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവർയായ യതിരാജായ തേ നമഃ. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 27ാമത്തെ ശ്ലോകം. ജപോ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. ജപോ ജൽപ ശില്പം സകലമഭിമുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യ ക്രമണമശനാദ്യാഹോദിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായ തവ ഭവതു യത്നേ യന്മേ വിലസിതം. ഇവിടെ ഭഗവാനായാലും ഭഗവതിയായാലും എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പദഛേദം ചെയ്യാം. ജപഃ ജൽപഃ ശില്പം സകലം അഭി മുദ്രാവിരചന ഗതിഃ പ്രാദക്ഷിണ്യ ക്രമണ അശനാദി ആഹോദിവിധി പ്രണാമഃ സംവേശഃ സുഖം അഖിലം ആത്മാർപ്പണദൃശ സപര്യാപര്യായ തവ ഭവതു യന്മേ വിലസിതം. പദാർത്ഥം പറയാം. ആത്മാർപ്പണദൃശ ആത്മാർപ്പണ ബുദ്ധിയോട് കൂടിയ മയ എന്നാൽ കൃതഃ ചെയ്യപ്പെട്ടതായ ജൽപഃ സംഭാഷണങ്ങളെല്ലാം ജപഃ മന്ത്രജപമായി അങ്ങയുടെ മന്ത്രജപമായി ഭവിക്കട്ടെ. നമ്മളിങ്ങനെ ഹരിനാമ കീർത്തനത്തിൽ ഭാഗവതത്തിലൊക്കെ ശ്ലോകങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും എന്നതാണ് അതൊക്കെ. വാണീ ഗുണാനുരധനെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. അതായത് എൻ്റെ വാക്കുകൾ അങ്ങേക്കുള്ള പുഷ്പങ്ങളായി അങ്ങയുടെ പാദങ്ങളിൽ അർച്ചിക്കപ്പെടുന്നു, അങ്ങനെ പലതും പറഞ്ഞിട്ട്. അതുപോലെ തന്നെ യാതൊന്ന് കാണുന്നത് നാരായണ പ്രതിമ എന്ന് പറഞ്ഞ ഒരു ശ്ലോകമുണ്ട് ഹരിനാമ കീർത്തനത്തിൽ. എന്ത് കണ്ടാലും അത് നാരായണനെന്ന് നമുക്ക് ബോധ്യം വരണം. ഇവിടെ പറയുന്നത് അങ്ങയുടെ മന്ത്രജപമായി തീരട്ടെ എൻ്റെ വാക്കുകൾ. സകലം ശില്പം അഭി എല്ലാ കൈകൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ ക്രിയകളും മുദ്രാവിരചന സംക്ഷോഭന്യാദി മുദ്രകളുടെ പ്രകടനമായി ഭവിക്കട്ടെ. അതായത് പൂജാരിമാർക്ക് ഈ മുദ്രകൾ കാണിച്ചിട്ടാണ് അവർ പൂജ ചെയ്യുക. അങ്ങനെയായി ഭവിക്കട്ടെ. ഗതിഹി കാലുകളെ കൊണ്ടുള്ള സഞ്ചാരമെല്ലാം പ്രദക്ഷിണക്രിയകളായി തീരട്ടെ. അശനാദി നമ്മൾ എന്ത് അന്നപാനാദികൾ ഭുജിക്കുന്നുവോ അതെല്ലാം ആഹൂതിവിധി ഹോമാനുഷ്ഠാനമായി തീരട്ടെ. ഹോമത്തിൽ നമ്മൾ എല്ലാ ദ്രവ്യങ്ങളും ഇങ്ങനെ അർച്ചിക്കും അല്ലേ, അത് അങ്ങനെയായി തീരട്ടെ. സംവേശ ശയനം കിടപ്പ് നമ്മുടെ ഉറക്കം പ്രണാമഃ നമസ്കാരമായി ഭവിക്കട്ടെ. അഖിലം സുഖം എല്ലാ സുഖവും മേ യദ് വിലസിതം എൻ്റെ യാതൊരുവിധ വ്യാപാരമുണ്ടോ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ എൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ അതൊക്കെ തന്നെയും തവ അങ്ങയുടെ സപര്യാപര്യായ പൂജാക്രമമായിട്ട് ഭവിക്കട്ടെ എന്നാണ് പറയുന്നത്. സാരം പറയാം. അല്ലയോ ജഗദീശ്വരി, ആത്മാർപ്പണ ബുദ്ധിയോടുകൂടി എന്നാൽ ചെയ്യപ്പെടുന്ന യാദൃച്ഛിക സംഭാഷണമെല്ലാം നിന്തിരവടിയുടെ മഹാമന്ത്രജപമായിട്ടും എൻ്റെ കൈകൊണ്ട് പ്രവർത്തിക്കുന്നതെല്ലാം സർവസംക്ഷോഭിന്യാദി മുദ്രകളുടെ പ്രകടനമായിട്ടും എൻ്റെ യാദൃച്ഛിക സഞ്ചാരങ്ങളെല്ലാം നിന്തിരവടിയുടെ പ്രദക്ഷിണക്രിയകളായിട്ടും ഞാൻ ചെയ്യുന്ന അന്നപാനാദികളെല്ലാം നിന്തിരവടിക്കുള്ള ഹോമാനുഷ്ഠാനമായിട്ടും എൻ്റെ ശയനം നിന്തിരവടിക്ക് നമസ്കാരമായിട്ടും എൻ്റെ സകല സുഖങ്ങളും വ്യാപാരങ്ങളും നിന്തിരവടിയുടെ പൂജാക്രമമായിട്ടും ഭവിക്കണമേ ഭഗവതി. എന്തൊരു ശ്ലോകമാണെന്ന് നോക്കുക, എന്തൊരു അർത്ഥവത്തായ ശ്ലോകമാണ്. അപ്പോൾ ഭഗവാനോയും ഭഗവതിയെല്ലാം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ സംസാര ചക്രത്തിൽ ഉഴന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ
ഭഗവതിയുടെ പൂജാക്രമമായിട്ട് ഭവിക്കണമേ എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നു. അതുപോലെ ഭഗവാന്റെ ശ്ലോകങ്ങളും മറ്റതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഭഗവതിക്ക് പ്രദക്ഷിണമായി നമ്മൾ എവിടെയൊക്കെ സഞ്ചാരം ചെയ്യുന്ന അതൊക്കെ ഭഗവതിക്ക് പ്രദക്ഷിണമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയോ നമ്മുടെ പൂജാക്രമം നമ്മൾ കഴിക്കുന്ന അന്നപാനാദികളെല്ലാം ഭഗവതിക്ക് അർച്ചന ചെയ്യുന്ന ഹോമത്തിൽ അർച്ചന ചെയ്യപ്പെടുന്ന ഹോമദ്രവ്യങ്ങളെ പോലെ മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരിയോം ശ്രീ ഗുരുഭ്യോ നമ. കായേന വാച മനസേന്ദ്രിയർവ്യാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമ. ശ്രീ മഹാദേവേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവി നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.